ഞങ്ങളുടെ ഒരു അവധി ദിവസമാണെന്ന്. കോലാലംപൂർ ഒന്ന് കറങ്ങി വരാം. നാട്ടിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെയായി ഒത്തിരി മലയാളികൾ വെക്കേഷൻ ആഘോഷിക്കാൻ മലേഷ്യയിലെത്തുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന KL സിറ്റിക്ക് ഉള്ളിൽ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാം. ടിൻ ടവറിലെ നൈറ്റ് വ്യൂവും അതുപോലെ ഡേ ടൈമിലെ വ്യൂസും, ഫ്രീഡം പാർക്ക്, സലോമ ബ്രിഡ്ജ്, റിവർ ഓഫ് ലൈഫ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ ദൂരമാണ് KL സിറ്റിയിലോട്ടുള്ളത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ടിൻ ടവറിലോട്ട് നടന്നു പോകുന്ന വഴിയാണിത്. ഈ പോകുന്ന വഴിക്ക് ഒരിടയ്ക്ക് നമ്മുടെ നാട്ടില് ട്രോളുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വെയിറ്റിംഗ് ഏരിയ, ആ മോഡലിലുള്ള ഒരു സംഭവം ഇവിടെയും കണ്ടു. അപ്പൊ ഞാനൊന്ന് മോളെ ഇരുത്തി നോക്കി, നാട്ടിലെ പ്രോബ്ലം ഇവിടെ ഉണ്ടോ എന്നറിയാനായിട്ട്. അങ്ങനെ ഊർന്നു പോകുന്ന പ്രശ്നമൊന്നും ഇവിടെ കാണുന്നില്ല. നിർമ്മാണ രീതിയുടെ പ്രത്യേകതയായിരിക്കാം കേട്ടോ. നമ്മൾ കോലാലംപൂർ സിറ്റിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ തന്നെ എവിടെ നിന്ന് നോക്കിയാലും ടിൻ ടവറും സിംഗിൾ ടവറും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്സും കാണാൻ കഴിയുമെന്നത് ഇവരുടെ നഗരാസൂത്രണത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒടുവില് ഞങ്ങൾ നടന്ന് ടിൻ ടവറിന് മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് വേണം റെസ്റ്റ് എടുക്കാനെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ടിൻ ടവറിന്റെ നൈറ്റ് വ്യൂസ് കാണാനാണ് കേട്ടോ ഏറ്റവും ഭംഗി. ഞങ്ങള് എപ്പോൾ ഇവിടെ വന്നാലും നല്ല തിരക്കായിരിക്കും. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആളുകളുണ്ടായിരിക്കും. നാട്ടിൽ നിന്ന് ഉള്ള ടൂറിന് വരുന്നവരും അല്ലാതെ ഇവിടുന്ന് തന്നെയുള്ളവരെയൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്നാൽ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഒരു സമയമാണ് ഞാൻ ടിൻ ടവറിലോട്ട് പോകാൻ തിരഞ്ഞെടുത്തത്. ചൂടൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് സമാധാനത്തിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്തത്. ഇന്ന് ചൂട് ഇച്ചിരി കുറവുള്ള ഒരു ദിവസവും കൂടിയാണ്, അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. നമുക്ക് ടിൻ ടവറിന് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ കേട്ടോ ഫ്രീ എൻട്രി ഉള്ള ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് മുകളില് സിറ്റിയുടെ വ്യൂ ഒക്കെ കാണാനായിട്ട് മുകളിലോട്ട് കയറുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പെയ്ഡ് ആണ്. ഇപ്പൊ ഞങ്ങള് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഒക്കെ ടിൻ ടവറിൽ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇത്തവണത്തെ ടിൻ ടവറിനുള്ളിലെ ക്രിസ്മസ് ഡെക്കറേഷൻ വൈറ്റ് തീമിലാണ് ഉള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമായി താഴെ ഫ്ലോറിൽ ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ മാറുന്ന ഒരു സമയം നോക്കി മുകളിൽ ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ. എത്ര തവണ വന്നാലും നമുക്ക് മടുക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് എല്ലാ പ്രാവശ്യവും ടിൻ ടവറിൽ ഒരുക്കിയിട്ടുണ്ടാകും. ഓരോ ഇവന്റിന് അനുസൃതമായി ഡെക്കറേഷൻ ഒക്കെ മലേഷ്യയിൽ ഇപ്പം നമ്മുടെ ക്രിസ്മസ് ആയിക്കോട്ടെ, ചൈനീസ് ന്യൂ ഇയർ ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ഇവന്റ് ഉണ്ടെങ്കിലും അതിനനുസൃതമായിട്ട് ഇവര് ഇവിടെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷൻ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. അധികം തിരക്കില്ലാത്തൊരു സമയം നോക്കി മോളെയും കൂട്ടി ഞങ്ങളും അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതിന് ദൂരെ നിന്ന് കാണുന്നതിലും ഉള്ള ഭംഗി നേരിട്ട് അടുത്ത് പോയി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ വീഡിയോസിലൊക്കെ ഇത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. ടിൻ ടവറിന് ഉള്ളിൽ മാത്രമല്ല പുറത്തും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാറുണ്ട് എല്ലാ തവണയും. അവിടെ പുറത്ത് ഇത്തവണ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ടിൻ ടവറിന്റെ ബാക്ക് സൈഡിലാണ്. ഇവിടെയും മനോഹരമായ വളരെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ടിൻ ടവറിന്റെ ബാക്ക് സൈഡിൽ നിന്ന് കോലാലംപൂർ സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ ഭംഗിയാണ്. രാത്രിയിലൊക്കെ ഇവിടം കാണാനായിട്ട് വളരെ ഭംഗിയാണ്. രാത്രി 7:30-ക്കൊക്കെ ശേഷമാണ് ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഉണ്ടാവുക. ആ സമയത്ത് ഈ വാട്ടർ ഷോ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുവരെ ടിൻ ടവറിന് പുറകിലുള്ള ഒരു ഏരിയ ഉണ്ട്. ഒത്തിരി വലിയ മരങ്ങളൊക്കെ ഉള്ള ഇവിടെയുള്ള ആളുകള് വിശ്രമിക്കാനും അതുപോലെ തന്നെ വ്യായാമം ചെയ്യാനൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ ഏരിയ. അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം.
ഈ നടക്കുന്ന ഏരിയയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് അവരെ കളിപ്പിക്കാനുള്ള പാർക്കുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ തിരിച്ച് നേരത്തെ കണ്ട വാട്ടർ ഷോയൊക്കെയുള്ള ഏരിയയിലോട്ട് പോവുകയാണ്. 7:30-ക്കും 8 മണിക്കൊക്കെ ഇടയ്ക്കാണ് ഇവിടെ ഷോ ഉണ്ടാവുക. ഒന്ന് പോയി നോക്കുകയാണ്. സമയം ഏകദേശം ആയിട്ടുണ്ട്. ഞങ്ങളിനി ടിൻ ടവറിൽ നിന്ന് സലോമ ബ്രിഡ്ജിലോട്ട് പോവുകയാണ്. ടിൻ ടവറിൽ നിന്ന് 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് സലോമ ബ്രിഡ്ജിലോട്ടുള്ളത്. ഈ മലേഷ്യയിൽ വരുന്ന എല്ലാവരും തന്നെ ടിൻ ടവറിന്റെ മുൻപിൽ നിന്നും അതുപോലെ സലോമ ബ്രിഡ്ജിന്റെ മുൻപിൽ നിന്നും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് സർവ്വസാധാരണമാണ്. ഇതിന്റെയൊക്കെ മുമ്പിൽ നിന്ന് ഉള്ള ഫോട്ടോസ് ഇല്ലെങ്കിൽ മലേഷ്യ കണ്ടിട്ടില്ലെന്നാണ് പറയുക. അതുപോലെ ഫേമസ് ആണിത്. ഇന്ന് സലോമ ബ്രിഡ്ജ് കണ്ടുവരാം. ഇവിടെയൊക്കെ രാത്രിയിൽ വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ രാത്രി തന്നെ വരണം. ടിൻ ടവറിൽ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ചെറിയൊരു മടുപ്പൊക്കെ തോന്നിയിരുന്നു. ബാക്കിയുള്ള സ്ഥലമൊക്കെ പിന്നീട് ഒരിക്കൽ വന്ന് കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ളയാള് ഞങ്ങളെക്കാൾ ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ പിന്നെ സലോമ ബ്രിഡ്ജും കൂടി കവർ ചെയ്തിട്ടാകാം ബാക്കിയുള്ള കാര്യത്തിൽ തീരുമാനം എന്നായി. ഇപ്പം ബ്രിഡ്ജ് കാണാൻ പോവുകയാണ് ഞങ്ങള്.
സലോമ ബ്രിഡ്ജിൽ നിന്ന് സിംഗിൾ ടവറും ടിൻ ടവറും ഒക്കെ കാണാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ കോലാലംപൂർ സിറ്റിയുടെ നല്ലൊരു ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഫ്രീഡം പാർക്ക് അല്ലെങ്കിൽ മെർഡേക്ക സ്ക്വയർ എന്നറിയപ്പെടുന്ന സ്ഥലത്തോട്ടാണ്. 1957 മലേഷ്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി മലേഷ്യൻ ഫ്ലാഗ് ഉയർത്തിയത് ഇവിടെയാണ്. പക്ഷെ ഇവിടെയൊക്കെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഞങ്ങൾ ചെന്നപ്പോൾ അധികം കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് മെർഡേക്ക സ്ക്വയറിൽ പോയി റിട്ടേൺ വന്നു എന്ന് പറയാം. മെർഡേക്ക സ്ക്വയറിനടുത്ത് തന്നെ ഇവിടെ നിന്ന് കാണാവുന്ന ദൂരത്തിൽ ലൈഫ് ഓഫ് റിവർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ടൂർ പാക്കേജിലൊക്കെ മലേഷ്യക്ക് വരുന്നവർ മിസ്സാക്കുന്ന ഒരു സ്ഥലമാണിത്. വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. പക്ഷെ വളരെ ഭംഗിയാണ് ഇവിടം കാണാനായിട്ട്. എനിക്ക് കോലാലംപൂരിൽ വീണ്ടും വീണ്ടും വരണം എന്ന് തോന്നുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ലൈഫ് ഓഫ് റിവർ. ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ.